വെളിപ്പാട് പുസ്തകം 22-2 നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതതു ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. പുതിയ യെരുശലേമിൽ പളുങ്കുപോലുള്ള ജീവജല നദിയുടെ ഇരുവശങ്ങളിലുമുള്ള ജീവവൃക്ഷത്തെക്കുറിച്ചാണ് ഈ വാക്യം. ഉൽപ്പത്തിയിലെ ഏദൻ തോട്ടത്തിൽ ഒരു ജീവവൃക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ യെരുശലേമിൽ ഒന്നിലധികം ജീവവൃക്ഷമുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്നൊരു നദി പുറപ്പെട്ട് 4 ശാഖകളായി പിരിഞ്ഞു എന്ന് കാണാം. ഇവിടെ പളുങ്കുപോലുള്ള ജീവജല നദിയുടെ ഇരുവശങ്ങളിലുമാണ് ജീവവൃക്ഷം. ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്ന് മാത്രം ഉൽപ്പത്തിയിൽ കാണുമ്പോൾ ഇവിടെ 12 വിധം ഫലം എന്ന് പറയുന്നതിൽ തന്നെ വിവിധ ഫലങ്ങൾ എന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തിയിലെ ജീവവൃക്ഷത്തിൻ്റെ ഇലയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ ഇവിടെ അത് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് കാണാം. ഇവിടെ ചില ചോദ്യങ്ങൾ യുക്തിപരമായി ചോദിക്കാം. രാത്രിയോ പകലോ ഇല്ലാതെ എപ്പോഴും കുഞ്ഞാട് വിളക്കായിരുന്ന് എപ്പോഴും പകൽ വെളിച്ചമായിരിക്കുന്ന പുതിയ യെരുശലേമിൽ എങ്ങനെ 12 മാസങ്ങൾ ഉണ്ടാകുന്നു? ഭൂമി ഒരു വർഷം കൊണ്ടാണ് സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന സമയത്തെ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നു. ഇതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്ത സമയമാകിയാൽ അവിടുത്തെ വർഷം വ്യത്യാസമാണ്. പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പുതിയ ഭൂമിയിലാണ് സ്ഥാപിതമാകുന്നതെങ്കിൽ ആ ഭൂമിയുടെ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നതിനെ ആസ്പദമാക്കിയാകും മാസങ്ങൾ കണക്കാക്കുക. അല്ല, പുതിയ യെരുശലേം ഒരു ഉപഗ്രഹം പോലെ പുതിയ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുകയാണെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാകും. പുതിയ യെരുശലേമിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം പുതിയ ഭൂമിയിലെ രാജ്യങ്ങളുടെ രോഗശാന്തിക്ക് അഥവാ ആരോഗ്യത്തിന് ഉതകുന്നു എന്നാണ് കാണുന്നത്. ജയിക്കുന്നവർക്ക് വൃക്ഷഫലവും നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ച മറ്റുള്ളവർക്ക് ആരോഗ്യത്തിനായി വൃക്ഷത്തിൻ്റെ ഇലയും. നിത്യതയുടെ പുതുയുഗം പുലരുമ്പോൾ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.